So, Real Madrid versus Manchester City, the Champions League clash. Okay, Champions League draw കഴിഞ്ഞപ്പോൾ കുറേ ബിഗ് ഗെയിംസ് വന്നിരുന്നു. പക്ഷേ ഒരു 90% ആൾക്കാരും ഈ മാച്ച് കാണണം. ഇതൊരു കിടിലം മാച്ചായിരിക്കും. ഈ മാച്ച് ഡേയിൽ എന്തായാലും ഈ മാച്ചിന് എന്തായാലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ചായിരിക്കും റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. കാരണം ഇവർ തമ്മിൽ എപ്പോൾ കളിക്കുമ്പോഴാണെങ്കിലും അത് ഹിസ്റ്ററിയിലോട്ടാണ് പോയിട്ടുള്ളത്. എസ്പെഷ്യലി ആ ഒരു 2022 ചാമ്പ്യൻസ് ലീഗിലെ സെമി ഫൈനലൊക്കെ റോഡ്രിഗോൻ്റെ ആ ഒരു 2 ഗോളും മിറാക്കിൾ കം ബാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഒരു മാച്ച് ഇവർ തമ്മിൽ എപ്പോഴൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ടോ അതൊക്കെ ഹിസ്റ്ററി. ദാറ്റ് വിൽ ബി എ വൈൽഡ് മാച്ച് എന്നൊക്കെ പറയില്ലേ. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാച്ചാണ്. കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ എത്തിഹാഡിലെ മാച്ച് അത് അടിപൊളിയായിരുന്നു. പക്ഷേ അന്ന് വിജയം റയൽ മാഡ്രിഡിന് സ്വന്തമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് സിറ്റിക്കാണ് കിട്ടിയിട്ടുള്ളത്. സിറ്റി ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ ടീമല്ല. ഓക്കെ, അതൊരു സത്യമാണ്. ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, പ്രീമിയർ ലീഗിൽ അവർ കയറി വരുന്നുണ്ട്. ഓക്കെ, ആഴ്സണൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് ബാക്കിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്. തുടക്കം അവർക്കൊരു ഇച്ചിരി വാളിയെങ്കിലും, ടോട്ടനാമിനെതിരെ ആണെങ്കിലും തുടക്കം ഒരു ഇച്ചിരി വാളിയെങ്കിലും പിന്നെ ഗാഡിയോളെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഷെർക്കിയൊക്കെ ഇഞ്ചുറി മാറി തിരിച്ചു വന്ന സമയത്ത് ടീമിൻ്റെ റിതം തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അവരുടെ അറ്റാക്ക് ഈ ഒരു റയൽ മാഡ്രിഡിനെതിരെയുള്ള മാച്ചിൻ്റെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അറ്റാക്ക് ഭയങ്കരമായിട്ട് ഷാർപ്നെസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ സ്ലോ പേസിൽ പയ്യെ പാസിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കിംഗ് ആയിരുന്നു. പലരും പറഞ്ഞിരുന്നു കഴിഞ്ഞ സീസണിൽ റോഡ്രി പോയത് കൊണ്ടാണ് ഒരു മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇങ്ങനെയാണ് ഒരു അവസ്ഥ ഉണ്ടായത് എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. എനിക്കന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. എനിക്കറിയില്ല, ചിലപ്പോൾ മേ ബി എൻ്റെ ഒരു പ്രശ്നമായിരിക്കാം മേ ബി. എന്നാൽ എനിക്ക് ഇപ്പോഴും റോഡ്രി അതിൽ നിന്ന് മാറിയുന്നത് കൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി അത്രയും ഒരു ഫ്ലോപ്പായത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഓക്കെ, പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല. ഈ സീസണിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരുടെ ആ ഒരു അറ്റാക്കിന് കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുവേ പെപ് ഗാർഡിയോള ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു ടിക്കി ടാക്ക പാസിങ്, ആ ഒരു ടൈപ്പ് ഓഫ് മാച്ചിങ്, ആ ഒരു ടൈപ്പ് ഓഫ് വേ ഓഫ് പ്ലേയിങ് ആയിരുന്നു. കഴിഞ്ഞ സീസണിൽ അത് ഭയങ്കര സ്ലോ പേസ്ഡായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരങ്ങനെയല്ല, ഇൻറ്റൻസിറ്റി കൂട്ടി. അതിൽ നല്ല വ്യത്യാസവും കാണാനുണ്ട്. ഓക്കെ, ഷെർക്കിയുടെ ഈ ഒരു മാച്ചിൽ ഷെർക്കിയുടെ ഷോട്ട് ആയിക്കോട്ടെ, ഏർലിംഗ് ഹാലൻഡിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ കുറേ ഒരു നല്ല അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. ഭയങ്കര ഷാർപ്നെസ്സുള്ള അറ്റാക്കുകളാണ്. ഓപ്പോസിറ്റ് സൈഡ് റയൽ മാഡ്രിഡ്, നമുക്കറിയാം സാന്റിയാഗോ ബെർണാബ്യൂവിലാണ് മാച്ച് ഉള്ളത്. റയൽ മാഡ്രിഡിന് തന്നെയാണ് കംപ്ലീറ്റ് അഡ്വാൻറ്റേജും. ഇവിടെ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മാച്ച് നടന്നതൊക്കെ നാളെ കിടിലം ത്രില്ലറുകളാണ് അധികവും. ഓക്കെ, അപ്പോൾ റയൽ മാഡ്രിഡിനാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഓപ്പോസിറ്റ് ആണെങ്കിൽ റയൽ മാഡ്രിഡ് നല്ല പെർഫോമൻസ് ആണ് പുൾ ഓഫ് ചെയ്തത്. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, വൈ സാബി അലൻസോ നോട്ട് പുട്ടിങ് എംബാപ്പെ ഇൻ ടു ദിസ് സ്ക്വാഡ്? ഈ ലെവലിലോട്ട് എന്തുകൊണ്ട് എംബാപ്പേനെ പുഷ് ചെയ്യുന്നില്ല? കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ഈ ഒരു മാച്ചിൽ ആകെ ഒരു കുറച്ചൊന്ന് ഔട്ട് ഓഫ് ഫോമായി എനിക്ക് തോന്നിയത് പേഴ്സണലി അത് ഗോൺസാലോ ഗാർസിയായിരുന്നു. സ്റ്റാർട്ടിങ് 11 ഓക്കെ, ഗൂളർ പുറത്തായിരുന്നു, ഗോൺസാലോ ഗാർസിയായിരുന്നു. ആ ഒരു ഇച്ചിരി മോശമുണ്ടായിരുന്നു. അവിടെ എംബാപ്പേനെ പ്ലേസ് ചെയ്യണം പ്രോപ്പർ നമ്പർ 9 ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് മറ്റേ ആ വേർഡ്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് വരുന്നത്. വെൻ എംബാപ്പെ ലാൻഡ്സ് മാഡ്രിഡ് ദ വേൾഡ് നീഡ്സ് ഗെറ്റ്സ് ടു റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ ഒരു ചങ്ങായിൻ്റെ. അത് പിന്നെ ഭയങ്കരമായിട്ട് ട്രോളായിട്ട് മാറി. കാരണം എംബാപ്പെ വന്നതിന് ശേഷം റയൽ മാഡ്രിഡ് ആ ഒരു ടീം പെർഫോമൻസ് അല്ല പിന്നെ പുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റേ എംബാപ്പെ വന്നതിന് ശേഷം ടീമിൻ്റെ ബാലൻസ് തെറ്റി എന്നൊക്കെ പറഞ്ഞപ്പോഴും പലരും എന്നോട് പറയുന്നത് അത് എംബാപ്പെ വന്നത് കൊണ്ടല്ല, ക്രൂസ് പോയത് കൊണ്ടാണ് എന്ന് പലരും പറയുന്നുണ്ട്. ക്രൂസ് പോയത് എങ്ങനെയായാലും ഇപ്പോൾ അത് നികത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് ഇനി വല്ല വിറ്റീനെയോ പെഡ്രിനെയോ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരേണ്ടി വരും കാശ് എറിഞ്ഞിട്ട്. അല്ലാതെ ഇവരൊക്കെ ഈ ക്രൂസിനെയൊക്കെ റീപ്ലേസ് ചെയ്യുക, ക്രൂസിനെ മുൻട്രിച്ചൊക്കെ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് വെച്ച് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം വല്ലാതെ എടുത്ത് പറയാത്തത്. കാരണം അത് ഇറീപ്ലേസിബിൾ ആണെന്ന് പറയേണ്ട അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു ചങ്ങായിനെ ടോണി ക്രൂസിനൊക്കെ ഇനി അങ്ങനത്തെ ഒരാളെ കിട്ടൂടെ? എനിക്കറിയില്ല. അങ്ങനെ അത്രയും വിഷനുള്ള, അത്രയും പാസിംഗ് എബിലിറ്റി ഉള്ള, അത്രയും ഷാർപ്പ് ഷൂട്ടിംഗ് കേപ്പബിലിറ്റി ഉള്ള അങ്ങനത്തെ ഒരാളെ ഇനി കിട്ടുമോ? എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പ്ലേസൊന്നും അത്രയും സ്റ്റാൻഡേർഡ്, അത്രയും ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം വല്ലാതെ ഇതാക്കി പറയുന്നത്. പിന്നെ മെയിൻലി പറഞ്ഞത് എംബാപ്പെ വന്നാൽ ആ ഒരു അറ്റാക്കിൻ്റെ ബാലൻസ് തെറ്റാണ്. ആസ് എ ടീം എത്ര നാളുകൾക്ക് ശേഷമാണ് റയൽ മാഡ്രിഡ് ഇങ്ങനെ ഒരു ടീം പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നത് കാണുന്നത്. ഞാൻ ടു ബി ഫ്രാങ്ക് പറയാലോ, റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസ് ഈ ഒരു മാച്ച് തോറ്റെങ്കിലും അവർ സന്തോഷത്തോടെ ആയിരിക്കും ചിലപ്പോൾ മേ ബി കടന്നുറങ്ങിയിട്ടുണ്ടാവുക. കാരണം ഒരു ടീം പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ പറ്റി റയൽ മാഡ്രിഡിൻ്റെ. ഓക്കെ, എനിക്കറിയില്ല, ഞാൻ ഈ മാച്ച് കംപ്ലീറ്റ് ഇരുന്ന് നല്ല ഒരു എന്താ പറയുക, ഇപ്പോൾ ഗോളടിക്കും റയൽ മാഡ്രിഡ് ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ കണ്ടത് കളി. കാരണം വേറെ ഒന്നുമല്ല, റയൽ മാഡ്രിഡ് ഒരു ടീം പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. ഒരു പഴയ റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഗോളടിച്ച്
മറ്റേ ഹാൻഡ്സിലോട്ട് പുരികം പൊക്കുന്നു, ഗോളടിക്കുന്നു, തിരിച്ചു വരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിന് പറ്റിയ ആൾക്കാരില്ല. ഓക്കെ, ആ ഒരു സ്ഥാനത്തോട്ട് എംബാപ്പേനെ പ്ലേസ് ചെയ്യണം. വൈ സാബി അലോൻസോ ഗിവിങ് ദാറ്റ് ടാക്ടിക്സ് ടു ദിസ് ടീം? ആ ഒരു ടാക്ടിക്സ് എന്തുകൊണ്ട് ഈ ഒരു ടീമിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല? ഇപ്പോൾ എംബാപ്പെ വന്നു കഴിഞ്ഞാൽ മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ടു എംബാപ്പയിലാണ് മെയിൻ കോൺസെൻട്രേഷൻ. പ്ലെയേഴ്സും തന്നെ എംബാപ്പെ ഗോൾ അടിച്ചോളും, നമ്മൾ വിജയിക്കും, ആ ഒരു മൈൻഡ് സെറ്റിലാണ് പ്ലെയേഴ്സും ബാക്കിലുള്ളവർ നിൽക്കുന്നത്. ഇതിപ്പോൾ എംബാപ്പെ ഇല്ലാത്തത് കൊണ്ട് ഇവന്മാർ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആണ്. കാരണം ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഗോൾ അടിക്കണം, പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ. അപ്പോൾ ഒരു ടീം പെർഫോമൻസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാച്ച് എന്ത് ഇൻറ്റൻസിറ്റിയിലാണ് റയൽ മാഡ്രിഡ് കളിച്ചത്. ആ റൂഡിഗറിൻ്റെയൊക്കെ ഷൊണ്ണത്തരം കാരണമാണ് റയൽ മാഡ്രിഡ് തോറ്റു എന്ന് ഞാൻ പറയുള്ളൂ. എന്തിനാ അവിടെ എളിങ് ഹാലൻഡിനെ അവിടെ വലിച്ചിട്ടേണ്ട കാര്യം? വേറെ അനാവശ്യമായിട്ടുള്ള ഓരോ ഫൗളും കൊണ്ട് ആ ചങ്ങായി വരും. ആ ചങ്ങായിക്ക് റെഡ് കാർഡ് കിട്ടി പോകൊണ്ടാണ് ടോണി റൂഡിഗർ അവസാനം മറ്റേ സാവിനെ ഫൗൾ വെച്ചത്. എന്താ റഫറി റെഡ് കാർഡ് കൊടുക്കാത്തതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ റെഡ് കാർഡ് പ്രതീക്ഷിച്ചു റൂഡിഗറിന്. ഓക്കെ, അപ്പോൾ എദർ മിലിറ്റാവിൻ്റെ ഒരു ആബ്സെൻസ് ആണത്. ആ ചങ്ങായി എദർ മിലിറ്റാവ് എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവായിട്ടുള്ള, ഭയങ്കര മെച്ചുവറായിട്ട് ആ ഒരു ഡിഫൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഇഞ്ചോർഡായി പോയ സമയത്താണ് റൂഡിഗറിനെ ഇറക്കിയത്. റൂഡിഗർ ഭയങ്കര ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൂഡിഗർ എന്തിനിപ്പോൾ അവിടെ ഒരു ഹാളൻഡിനെ ഫോളോ വെച്ചു? ആ ഒരു മിസ്റ്റേക്ക് എന്ത് വാല്യുബിൾ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്, വലിയൊരു മിസ്റ്റേക്ക്. അത് കൊണ്ടൊരു പെനാൽറ്റി കിട്ടി. സോ അങ്ങനെ റയൽ മാഡ്രിഡ്, ഞാൻ ടു ബി ഫ്രാങ്ക് പറയാമല്ലോ, ഞാൻ ഈ ഒരു റയൽ മാഡ്രിഡിൻ്റെ പെർഫോമൻസ് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ലാസ്റ്റ് കഴിഞ്ഞ എൽ ക്ലാസിക്കോയിലാണ് റയൽ മാഡ്രിഡ് ഇങ്ങനെ ഒരു ടീം പെർഫോമൻസ് ഞാൻ കണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സോ പക്ഷേ റയൽ മാഡ്രിഡ് തോറ്റു, അക്സെപ്റ്റിംഗ് ദ ഡിഫീറ്റ്, അതിലൊന്നും നമുക്കൊരു ഇതുമില്ല. മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് കളിച്ചു. റയൽ മാഡ്രിഡ് അതിൻ്റെ മുകളിലും ഒന്ന് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഫിനിഷിംഗ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ചാൻസ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല റയൽ മാഡ്രിഡിന്. ഫിനിഷിങ്ങിൽ ഭയങ്കര മോശമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട്. പക്ഷേ വിനി ജൂനിയറിനെ ഭയങ്കരമായിട്ട് ട്രോളുന്നുണ്ട്. അത്രയും ട്രോൾ ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ടോ? വിനി ജൂനിയർ പറ്റുന്ന പോലെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫിനിഷിങ് അത് വളരെ മോശമായിരുന്നു വിനിയുടെ വന്നത്. പക്ഷേ റോഡ്രിഗോ ഇസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. 32 ഗെയിംസിൻ്റെ സ്ട്രീക്ക് വിത്തൗട്ട് ഗോൾ സ്കോറിങ് അത് അദ്ദേഹം അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 5ാമത്തെ ഗോളാണ് റോഡ്രിഗോ അടിക്കുന്നത്. അതിന് മുമ്പ് പലരും ട്രോൾ ചെയ്യുന്നുണ്ട്, റോഡ്രിഗോ ഇപ്പോൾ ഇനി സിറ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കില്ലേ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ സംഭവിച്ചു. സിറ്റിനെ എങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു, സിറ്റിക്കെതിരെ ഗോൾ സ്കോർ ചെയ്തു. പെപ് ഗാർഡിയോള പറയുന്നുണ്ട്, ഈ ചെങ്ങായി സിറ്റിക്കെതിരെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഗോൾ സ്കോർ ചെയ്യും. റോഡ്രിഗോ ഈസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. പെപ് ഗാർഡിയോള കളി കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ് കേട്ടോ. അദ്ദേഹത്തെ സിറ്റിയിലോട്ട് കൊണ്ടുവരണം എന്ന് എപ്പോഴും എനിക്ക് താല്പര്യമുണ്ട് എന്ന രീതിയിലൊക്കെ പെപ് ഗാർഡിയോള പറഞ്ഞു. ഓക്കെ, പക്ഷേ ഈ ഒരു ഓഗസ്റ്റിൽ അങ്ങനെ ഒരു ടോക്ക് നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് ഫെബ്രിസിയോ റൊമാനോ അടക്കം ആ ഒരു പേഴ്സണൽ പരിപാടി കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. കാരണം റോഡ്രിഗോ പോകുന്നതായിരുന്നല്ലോ കഴിഞ്ഞ ലാസ്റ്റ് ട്രാൻസ്ഫറിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് പെപ് ഗാർഡിയോള പറയുന്നത്. ഓക്കെ, ബേസിക്കലി വേൾഡ് ക്ലാസ് പ്ലെയറാണ് റോഡ്രിഗോ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സാബി അലോൻസോ തുടക്കം എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? റോഡ്രിഗോനെ ലെഫ്റ്റ് വിങ്ങിൽ മാത്രമേ കളിപ്പിക്കുള്ളൂ, റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കില്ല. വന്നപ്പോൾ റോഡ്രിഗോ റൈറ്റ് വിങ്ങിൽ തന്നെ. റോഡ്രിഗോ റൈറ്റ് വിങ്ങിൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഈ മസ്തൻ തുവാനൊക്കെ ഇപ്പോൾ എവിടെ? എനിക്കൊരു ഐഡിയ ഇല്ല. തുടക്കത്തിലൊക്കെ അടിപൊളിയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മസ്തൻ തുവാനെ ഒട്ടും ഇറക്കുന്നില്ല. പിന്നെ ഗോൺസാലോ ഗാർസിയ നമ്പർ 9 ആയിട്ടാണ് അദ്ദേഹത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം എംബാപ്പെ ഇറങ്ങാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹം മസിൽ ഇഞ്ചുറി ആയിട്ട് കഴിഞ്ഞ ട്രെയിനിങ് അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് എംബാപ്പേനെ ഇറക്കിയില്ല. അതുകൊണ്ടാണ് എംബാപ്പേനെ ഇറക്കാതിരുന്നത്, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട്. സോ അത്ര ഇൻറ്റൻസിറ്റിയുള്ള ഗെയിമല്ലേ, അദ്ദേഹത്തിന് വീണ്ടും ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എംബാപ്പേനെ ഇറക്കാതിരുന്നത്. പകരം ഗോൺസാലോ ഗാർസിയ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗോൺസാലോ ഗാർസിയനെ ഭയങ്കരമായിട്ട് പലരും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ എന്താ പറയുക, ലീഗിൽ പോലും മാച്ചസിന് ചാൻസ് കൊടുക്കാതെ 89ാമത്തെ മിനിറ്റിലൊക്കെ ഇറക്കിയിട്ട് ഒരുമാതിരി ബിഗ് ഗെയിംസിന് കൊണ്ടുപോയി സ്റ്റാർട്ടിംഗ് ലെവലിലും കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റില്ല. പക്ഷേ എന്നാലും ഗോൺസാലോ ഗാർസിയ ഓഫ് ദ ബോൾ റണ്ണൊക്കെ ഒരു ആസ് എ പ്രോപ്പർ നമ്പർ 9 നല്ല രീതിയിൽ നടത്തി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം വിനിയൊക്കെ കട്ട് ഇൻസൈഡ് ചെയ്യുന്ന കണ്ടില്ല. റോഡ്രിഗോക്ക് അവിടെ ഒരു സ്പേസ് കിട്ടുന്നല്ലോ. അത് ഗോൺസാലോ ഗാർസിയ പ്രോപ്പർ റണ്ണ് നടത്തിയത് കൊണ്ടാണ്. ഓക്കെ, അത് എംബാപ്പയിൽ നിന്നും ചില സമയത്ത് വരില്ല. കാരണം എംബാപ്പെ ഒരു പ്രോപ്പർ നമ്പർ 9 അല്ല, അദ്ദേഹം കുറച്ച് പുറകിലോട്ട് നിൽക്കുക. അപ്പോൾ ഡിഫൻഡേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. ഈ വിനി ആയാലും റോഡ്രിഗോ ആയാലും, അല്ലെങ്കിൽ ഇൻ കേസ് അവിടെ മസ്തൻതോനോ ബ്രയൻ ഡയൻസോ ലെഫ്റ്റിൽ റോഡ്രിഗോ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് കട്ട് ഇൻസൈഡ് ചെയ്യുന്ന സമയത്ത് ഡിഫൻഡേഴ്സിന് അത് ബീറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എംബാപ്പെ റണ്ണ് നടത്തുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു റീസൺ വരുന്നത്. അതുകൊണ്ടാണ് എംബാപ്പെ ആ ഒരു പ്രോപ്പർ നമ്പർ 9 അല്ല എന്ന് പറയുന്നത്. എംബാപ്പെ ഒരു പ്രോപ്പർ നമ്പർ 9 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിനെ പിടിക്കാൻ കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റിൽ ഒരു അബോവ് ആവറേജ് ടീം. ഞാൻ ഈ ഒരു സീസണിൻ്റെ തുടക്കം തൊട്ടേ പറയുന്നതാണ്, റയൽ മാഡ്രിഡ് ഈസ് ആൻ അബോവ് ആവറേജ് ടീം. ഒരു ബിഗ് ഗെയിം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണേലും പൊട്ടാം, അതൊരു സത്യമാണ്. ഈ സീസണിൽ എനിക്ക് തോന്നുന്നു ആകെ ഒരു ബിഗ് ഗെയിം വിജയിച്ചത് എൽ ക്ലാസിക്കോ ആണ്. ബാക്കിയുള്ളതൊക്കെ പരാജയപ്പെട്ടു. ലിവർപൂൾ പരാജയപ്പെട്ടു, മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെട്ടു, അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെട്ടു. 4 ടെസ്റ്റിലാകെ 1 മാത്രമേ വിജയിച്ചിട്ടുള്ളൂ സാബി അലോൻസോയുടെ ഫ്യൂച്ചർ എന്താവും റയൽ മാഡ്രിഡ് എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സാബി അലോൻസോക്ക് ആ ഒരു കിറുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു നാക്ക് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിനെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ പ്ലേയേഴ്സ് എല്ലാവരും
സാബി അലോൻസോക്ക് സപ്പോർട്ടാണ്. അത് തന്നെയാണ് വേണ്ടത്. കാരണം സാബി അലോൻസോയെ പലരും സാക്ക് ചെയ്യുന്നുണ്ട്, സാക്ക് ചെയ്യാൻ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നത്. പ്ലേയേഴ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോഡ്രിഗോ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞ് സാബി അലോൻസോയുടെ അടുത്തോട്ടാണ് വന്നത്. അത് കോച്ചിനോട് താങ്ക്സ് പറയുന്ന രീതിയിൽ. അപ്പോൾ റയൽ മാഡ്രിഡിന് എനിക്ക് തോന്നുന്നു സാബി അലോൻസോക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് റയൽ മാഡ്രിഡ് ടീമിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അത് ബയൺ ലെവർകൂസനിലായ സമയത്ത് അവിടെ സാബി അലോൻസോ ആണ് മെയിൻ. സാബി അലോൻസോയുടെ സിസ്റ്റത്തിന് പറ്റിയ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഗ്രാനിറ്റ് സാക്ക പോലത്തെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അവരെ വെച്ച് സാബി അലോൻസോ ഒരു മാജിക് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ അങ്ങനെയല്ല റയൽ മാഡ്രിഡ്. ഇവരെ കുറേ സൂപ്പർ സ്റ്റാർസാണ്. വിനി ജൂനിയർ ആയിക്കോട്ടെ, എംബാപ്പെ ആയിക്കോട്ടെ, റോഡ്രിഗോ ആയിക്കോട്ടെ, വാൽവർദെ ആയിക്കോട്ടെ, ബെല്ലിംഗം ആയിക്കോട്ടെ, ഇവർ തമ്മിലുള്ള ഈഗോ കൺട്രോൾ ചെയ്യാൻ തന്നെ ഭയങ്കര അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, അത് കാർലോ ആൻസലോട്ടി വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്കാണ്. അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കാർലോ ആൻസലോട്ടി. സാബി അലോൻസോ വന്നപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഇവർ തമ്മിലുള്ള അത് ഈഗോ കൺട്രോളിങ് കൂടെ വേണം, മാൻ ഹാൻഡ്ലിങ് ആ ഒരു പരിപാടിയും കൂടെ വേണം സാബി അലോൻസോക്ക്. ഇതൊക്കെ യൂറോപ്യൻ മീഡിയാസ് പുറത്തുവിടുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് വായിച്ച സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. സാബി അലോൻസോക്ക് അത് കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സാക്ക് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സാബി അലോൻസോയെ സാക്ക് ചെയ്യില്ല. അദ്ദേഹത്തെ കുറച്ചും കൂടി ടൈം കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാകും. ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ടീമിനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ബേസിക്കലി റയൽ മാഡ്രിഡ് തോറ്റു, അക്സെപ്റ്റിംഗ് ദ ഡിഫീറ്റ് റയൽ മാഡ്രിഡ്, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു, അവർ കൂളായിട്ട് വിജയിച്ചു ബെർണാബിയിൽ വന്നിട്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ റയൽ മാഡ്രിഡ് ഇപ്പോഴും എവിടെയും ഒന്നും കൈവിട്ട് പോയിട്ടില്ല, ഇനിയും പിടിക്കാം. ദിസ് ഈസ് റയൽ മാഡ്രിഡ്, ദിസ് ഇസ് എ മിറാക്കിൾ ക്ലബ്. എന്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ സീസൺ എൻഡ് ചെയ്യുന്നത് വരെ എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗിൽ നോക്കൗട്ടൊക്കെ എന്തായാലും എത്തും. റൗണ്ട് ഓഫ് 16 റയൽ മാഡ്രിഡ് എന്തായാലും എത്തും. അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ ഉണ്ടാവും പെർഫോമൻസ്, അതായിരിക്കും ചാമ്പ്യൻസ് ലീഗിലെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിൻ്റെ. സോ റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ലൈനപ്പിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സാബി അലോൻസോ ഇറക്കി വിട്ടത് കുറേ ഇഞ്ചുറീസ് ഉണ്ട്. ഓക്കെ, എംബാപ്പെ ഇല്ല, പിന്നെ കുറേ പേരില്ലല്ലേ. ഞാൻ പറഞ്ഞ ഗോൾ കീപ്പർ തിബോ കൂട്ടുക, സെൻറ്റർ ബാക്കായിട്ട് റൂഡിഗർ, റൗൾ അസെൻസിയോ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റൗൾ അസെൻസിയോ കുഴപ്പമില്ല ഇന്നത്തെ മാച്ച്, അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുത്തു. റൈറ്റ് ബാക്കായിട്ട് ഫെഡെ വാൽവർദെ, ട്രെൻഡും ഇല്ല, കാർവാളും ഇല്ല. ഓഫ് കോഴ്സ് പിന്നെയുള്ള ചോയ്സ് ഫെഡെ വാൽവർദെയാണ്. ലെഫ്റ്റ് ബാക്കായിട്ട് കരേറാസ് എജാതി പെർഫോമൻസ് ആയി ഇന്നത്തെ മാച്ചിൽ പുൾ ഓഫ് ചെയ്ത് അടിപൊളി, അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഓക്കെ, പിന്നെ മിഡ്ഫീൽഡറായിട്ട് ഷെമിനി ഉണ്ടായിരുന്നു. പിന്നെ സെബല്ലോസിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു തീരുമാനമായിരുന്നു. സെബല്ലോസ് 2 ടൈപ്പ് ഓഫ് ഒരു അറ്റാക്കിങ്ങിലും ഒരു ഡിഫൻസീവിലും 2 ടൈപ്പ് ഓഫ് കളിക്കാൻ പറ്റിയൊരു പ്ലെയറാണ്. അത് നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഇന്നത്തെ മാച്ചിൽ തോന്നി, എൻ്റെ അഭിപ്രായമാണ്. പിന്നെ റൈറ്റ് വിങ് ആയിട്ട് റോഡ്രിഗോ, ലെഫ്റ്റിൽ വിനീഷ്യസ് ജൂനിയർ, സെൻറ്ററിൽ നമ്മുടെ ബെല്ലിംഗം. ഇങ്ങനെയായിരുന്നു റയൽ മാഡ്രിഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പുറത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഗോൾ കീപ്പർ ഡൊണാറുമ, വേൾഡ് ക്ലാസ്, ഒന്നും പറയല്ല. സെൻറ്റർ ബാക്ക് റൂബൻ ഡിയാസും ഗാർഡിയോളും. ലെഫ്റ്റ് ബാക്ക് കോറിയേലി, അദ്ദേഹത്തെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ഇന്ന് ഗോൾ സ്കോർ ചെയ്ത ഒരു പ്ലെയർ, അദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു ലെഫ്റ്റ്. പിന്നെ മിഡ്ഫീൽഡേഴ്സായിട്ട് നമ്മുടെ ബെർണാഡോ സിൽവ, നിക്കോ ഗോൺസാലസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിൽ ഫോഡൻ. ഓക്കെ, സ്ട്രൈക്കറായിട്ട് ഏർലിംഗ് ഹാലൻഡ്, ലെഫ്റ്റിൽ ഡോക്കു, റൈറ്റിൽ ഷെർക്കി. ഇവർ ഇങ്ങനൊരു ടൈപ്പ് ഓഫ് പ്ലേയിങ് 11 കൊണ്ടാണ് അവർ വന്നത്. സോ ബേസിക്കലി അടിപൊളിയായിട്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി തുടക്കത്തിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തു. റയൽ മാഡ്രിഡ് തുടക്കം നല്ല ഇൻറ്റൻസിറ്റിയിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. കാരണം ബെർണാബിയാണ് അവർ ഇൻറ്റൻസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തേ അവർക്ക് പറ്റും. ഓക്കെ, നല്ല ഇൻറ്റൻസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തു. തുടക്കം തന്നെ വിനീഷ്യസ് ജൂനിയറിനെ ഫൗൾ വെച്ചതിന് ഒരു പെനാൽറ്റി കിട്ടി. പക്ഷേ അത് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സ്. അത് എനിക്കും കണ്ടപ്പോൾ ഔട്ട്സൈഡ് ദ ബോക്സ് തന്നെയാണ് തോന്നിയത്. ഫൗളാണ്, ഗോഡിയോള അത് പ്രോപ്പറായിട്ട് കാലിൽ നല്ല അടി അടിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രം ഔട്ട്സൈഡ് ദ ബോക്സ് ആണത്, തൊട്ട് പുറകിൽ തന്നെയാണ്. അത് ഫെഡെ വാൽവർദെ ഷോട്ട് അടിക്കുന്നു, ഡിഫ്ലക്റ്റഡ് ആവുന്നു. പക്ഷേ അത് ഗോളായില്ല, ഡിഫ്ലക്റ്റഡായി തൊട്ടിപ്പുറത്തേക്കാണ് പോയത്. അത് പോസ്റ്റിക്കാണെങ്കിൽ അത് ഗോളാണ്, ലിറ്ററലി ഗോളാണ്. പിന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ റോഡ്രിഗോൻ്റെ ആ ഒരു ചാൻസ് വരുന്നത്, ആ ഒരു ഗോൾ വരുന്നത്. ബോൾ വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കുന്നു, വിനീഷ്യസ് ജൂനിയർ ടു ബെല്ലിംഗം നേരെ അത് റോഡ്രിഗോ കൊടുക്കുന്നു. റോഡ്രിഗോ അത് ഗോൺസാലോ ഗാർസിയക്ക് കൊടുക്കും എന്ന് വിചാരിച്ച് നിന്നു. പക്ഷേ അദ്ദേഹം ക്രോസ് ചെയ്യാതെ ഡയറക്റ്റ് ഷോട്ടിന് പോയി. ഡൊണറൂമ ഗ്രൗണ്ട് ഷോട്ട് ആയതുകൊണ്ട് തന്നെ ഡൊണറൂമക്ക് അത് സേവ് ചെയ്യാൻ പറ്റിയില്ല, ഗോളായി. റോഡ്രിഗോ 1-0 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡിനെ മുന്നിലെത്തിച്ചു. 32 ഗെയിംസ് വിത്തൗട്ട് ഗോൾ എന്നുള്ള ഒരു സ്ട്രീക്ക് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു അഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി. ഓക്കെ, അങ്ങനെ 1-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തുന്നു. അദ്ദേഹം എൻ്റെ കോച്ചിൻ്റെ അടുത്ത്, സാബി അലോൻസോയുടെ അടുത്ത് പോയിട്ട് കൈ കൊടുത്ത് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സാബി അലോൻസോയെ പ്രോപ്പറായിട്ട്. അപ്പോൾ അത് ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെയാണ് റയൽ മാഡ്രിഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഫസ്റ്റ് ആ ഒരു കോർണർ കിക്കിൽ തന്നെ, കോർണർ കിക്ക് എനിക്ക് തോന്നുന്നു ഫിൽഫോർഡനോ ബെർണാഡോ സിൽവ ഒരാൾ എടുത്തിട്ടുണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. ആ ഒരു കോർണർ കിക്ക് ഗോഡിയോള ഹെഡ് ചെയ്യുന്നു. ഗോഡിയോൾ ഹെഡ് ചെയ്ത് അത് കോട്ടുവിൻ്റെ കയ്യിൽ കിട്ടുന്നു. ആ ഗോഡിയോളനെ ബെല്ലിംഗാം അവിടെ ഒരു ചലഞ്ച് കൊടുക്കുന്നില്ല, വളരെ ഫ്രീ ആയിട്ട് ഗോഡിയോളെ ഹെഡ് ചെയ്തതുപോലെ. ഓക്കെ, അത് അവിടെ ഒരു ചെറുതായിട്ടൊരു പുഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോഡിയോളക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് അവിടെ ഹെഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു.
അത് ഒന്നുപോലും നല്ലൊരു ചലഞ്ച് കൊടുത്തില്ല. ബെല്ലിംഗാം തൊട്ടടുത്തുണ്ട്, മാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നല്ലൊരു ചലഞ്ച് അവിടെ ബെല്ലിംഗാം കൊടുത്തില്ല. അതുകൊണ്ട് ഗോഡിയോള നല്ലൊരു ഹെഡ് കൊടുത്തു, അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഹെഡ് കൊടുത്തു. പക്ഷെ അത് ഡയറക്റ്റ് കോട്ടുവിൻ്റെ കൈ തട്ടി റീബൗണ്ട് അവിടെ മറ്റേ റെല്ലി പുള്ളി എടുക്കാനുണ്ടായിരുന്നു. പുള്ളിയെ ചാമ്പ്യൻസ് ലീഗിലെ ഫസ്റ്റ് ഗോളാണ്. ഒരു മാഞ്ചസ്റ്റർ സിറ്റി അക്കാദമിയിൽ നിന്ന് വരുന്നൊരു പ്ലെയറാണ് പുള്ളി. ചാമ്പ്യൻസ് ലീഗിൽ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു, നല്ല കാര്യം. ഓക്കെ, ആ റീബൗണ്ട് ഗോൾ സ്കോർ ചെയ്തു. ഓഫ് സൈഡൊന്നും തേങ്ങ വാങ്ങിയൊന്നുമല്ല, കറക്റ്റ് പ്രോപ്പർ ഓൺ സൈഡ് തന്നെയാണ്. അത് ഗോളാണ്, നോ ചെക്ക്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗോളായി 1-1 സ്കോറിലെത്തി, സമനിലയായി. പിന്നെയാണ് ഒരു ഡോക്കുവിൻ്റെ ഒരു ക്രോസിൽ നിന്നും ഡോക്കു ലെഫ്റ്റ് വിങ്ങിൽ ട്വിങ്ക്ലിങ് ഫീറ്റ്സ് ആട്ടോ ആ ചെങ്ങൈൻ്റെ. ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ഇവൻ എങ്ങോട്ട് മൂവ് ചെയ്യും, അങ്ങോട്ട് മൂവ് ചെയ്യുമോ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമോ, ഒന്നും ഒരു ഐഡിയ ഇല്ല. ഒരു ടൈപ്പ് ഓഫ് ഡാൻസിങ് ടൈപ്പ് ഓഫ് പ്ലെയർ എന്നൊക്കെ പറയില്ല ഡോക്കു, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ. ആ ചെങ്ങായി ഒരു ക്രോസ് കൊടുക്കുന്നു. ക്രോസ് കൊടുത്ത് ഹാളണ്ട് ഉണ്ടായിരുന്നു അവിടെ. ഹാളണ്ട് റൂഡിഗറിൻ്റെ മുന്നിലേക്ക് എങ്ങനെയോ വന്നു. റൂഡിഗർ എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്യാം, എന്തായാലും മുന്നിലേക്ക് വന്നല്ലേ, വലിച്ചിട്ടേക്കാം. ഒറ്റ വലിച്ചിടല്ല ചങ്ങേരെ. പെനക്ക് അവിടെ അതിൻ്റെ ഫൗളിൻ്റെ ആവശ്യമില്ലായിരുന്നു. റഫറി ആദ്യം പെനാൽറ്റി കൊടുത്തില്ല. അത് ഹാളണ്ടിനെ ഒരു ഗോൾ ചിലപ്പോൾ മേ ബി കിട്ടില്ല. പോലും അൺവാണ്ടഡ് ഫൗള്. ആ ചങ്ങായിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് കളി കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. കയ്യിൽ നിന്ന് പോയി എന്ന് പറയാൻ പറ്റില്ല. റയൽ മാഡ്രിഡ് പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു കൂസലും ഇല്ലാതെ അവർ കളിച്ചു, അത് വേറെ കാര്യം. കളി തോറ്റെങ്കിലും അത് കഴിഞ്ഞിട്ട് നല്ല പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്തത്. പക്ഷേ ആ ഒരു വാല്യുബിൾ മിസ്റ്റേക്ക് കൊണ്ട് റയൽ മാഡ്രിഡ് തോൽക്കേണ്ട അവസ്ഥയായി. അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഫൗള്. ഓക്കെ, അത് എന്താ പറയുക, റഫറി പിന്നെ അത് വാർ ചെക്ക് ചെയ്ത സമയത്ത് റഫറി അത് നേരെ ഡയറക്റ്റ് പെനാൽറ്റി കൊടുക്കുന്നു. വാർ ആദ്യം ഇവിടെ നിന്ന് നോക്കി, നിങ്ങൾ വാർ ചെക്ക് ചെയ്യുന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. വാറിലൊന്ന് നോക്കിയപ്പോഴേക്കും റൂഡിഗർ വലിച്ചിടുന്നത് കണ്ടു. എനിക്കത് അങ്ങനെ ഒരു പെനാൽറ്റി കൊടുക്കേണ്ട ഫൗളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഓക്കെ, സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. പിന്നെ റഫറിക്ക് അത് തോന്നിയിട്ടുണ്ടാകും. റഫറിയുടെ ഇന്നത്തെ റഫറി പിന്നെയും കുഴപ്പമില്ല, അത്യാവശ്യം ഫെയർ ആയിട്ടാണ് ആ ചങ്ങായി പോയിട്ടുള്ളത്. ഓക്കെ, റഫറി അത് ഫൗൾ കൊടുത്തു, പെനാൽറ്റി. എർലിംഗ് ഹാലണ്ട് അത് വളരെ ഈസി ആയിട്ട് ഷോട്ട് അടിച്ചു ഗോളായി. അത് കഴിഞ്ഞിട്ട് 2-1 സ്കോറിന് ബാക്കിലയക്കുന്ന സമയത്ത് പിന്നെ എർലിംഗ് ഹാലണ്ടും ഷെർക്കിയും കൂടിയും രണ്ടുപേരുടെ ഒരു ഡബിൾ ഷോട്ട് ഉണ്ടായിരുന്നു അറ്റാക്കിൽ. പക്ഷെ അത് കോട്ടുക പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, പുള്ളി അത് സേവ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് ഒരു 66 മിനിറ്റ് ആ സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഗോൺസാലോ ഗാർസിയനെ വലിച്ച് ആരെയപ്പോൾ കൊണ്ടുവന്ന് ബ്രൈം ഡൈസിനെ കൊണ്ടുവന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ സെബല്ലോസിനെ വിളിച്ച് എൻട്രിക്കിനെയും കൊണ്ടുവന്നു. ബ്രൈം ഡൈസ് കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങി എൻട്രിക്കിനെ കൊണ്ടുവന്നു. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഈ ചങ്ങായിക്ക് ഒരു നല്ല ചാൻസ് കിട്ടിയിരുന്നു. ബെല്ലിംഗാമിന്, റോഡ്രിഗോ ബെല്ലിംഗാമിന് ഒരു ബോൾ കൊടുത്തു. അവിടെ ഗോൺസാലോ ഗാർസിയൻ്റെ ഗാർസിയക്ക് വേണമെങ്കിൽ പാസ് കൊടുക്കാമായിരുന്നു. ബെല്ലിംഗാം എന്ത് ചെയ്തു, ചിപ്പിങ്ങിന് പോയി, സ്കൂപ്പ് ചെയ്തിടാൻ നോക്കി. പക്ഷേ ഇത് നേരെ പുറത്തോട്ടാണ് പോയത്. അത് ഈസി ഗോൾ സ്കോറിങ് ചാൻസ് ആയിരുന്നു ഫോർ മീ. എനിക്കത് കണ്ടപ്പോൾ റയൽ മാഡ്രിഡിന് ഓപ്പൺ ചാൻസ്, ബിഗ് ചാൻസ് എനിക്ക് തോന്നുന്നു 3-4 റയൽ മാഡ്രിഡ് കഴിഞ്ഞ മാച്ചിൽ മിസ് ചെയ്തു. അത് മിസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻട്രിക്കിനെ കൊണ്ടുവരുന്നു, മറ്റേ സെബല്ലോസിനെയൊക്കെ മാറ്റി ബ്രൈം ഡൈസിനെ കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് ചേഞ്ചസ്, ആർദെ ഗൂളറിനെ കൊണ്ടുവരുന്നു. കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് അപ്പോഴും അറ്റാക്കിന് ആ ഒരു സെയിം ഇൻറ്റൻസിറ്റിയിൽ തന്നെ റയൽ മാഡ്രിഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കരേരാസിൻ്റെ ഒരു അസിസ്റ്റ് അതുകൊണ്ട് കരേരാസിന് ഒന്നും പറയാലോ കേട്ടോ, കിട്ടിയില്ല കളിയായിരുന്നു. അവിടെ ഡിഫെൻഡിങ്ങിലുണ്ട്, ഇവിടെ അറ്റാക്കിങ്ങിൽ ക്രോസ് കൊടുക്കാനുണ്ട്, എല്ലാത്തിനും ഉണ്ട് ചങ്ങായി. ഓക്കെ, കരേരാസിൻ്റെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു, വിനീഷ്യസ് ജൂനിയറിന് ഹെഡ് കിട്ടി. വിനീഷ്യസ് ജൂനിയർ പിന്നെ ഹെഡിങ്ങിൽ വീക്കാണ്, നമുക്കറിയാമല്ലോ. പക്ഷേ എന്നാലും എങ്ങനെയൊക്കെ അദ്ദേഹം പുള്ളി അത് ഹെഡ് ചെയ്തു വിനീഷ്യസ് ജൂനിയർ. പക്ഷേ പുറത്തോട്ടാണ് പോയത്. പക്ഷേ അത് ഫ്രീ ഹെഡായിരുന്നു, ഗോളാക്കേണ്ട ഹെഡായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോർണർ, ആർദെ ഗൂളറിൻ്റെ ഒരു കോർണർ, ഗോഡിയോളനെ ബീറ്റ് ചെയ്ത് ആ ബോൾ നേരെ വിനി കിട്ടി. വിനിയെ അക്രോബാറ്റിക്കലി ട്രൈ ചെയ്തു, ഓപ്പൺ പോസ്റ്റഡി. ഡോണറൂമെ അവിടെ ബീറ്റായി, ഗോഡിയോളം ബീറ്റായി, എല്ലാവരും ബീറ്റായി. ഒരു വിനി അക്രോബാറ്റിക്കിന് പോയി നേരെ പറത്തി. അതിൽ റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസിന് ആ സമയത്ത് വിനിനെ കൈ കിട്ടിയണ്ടല്ലോ. കാരണം ഡോണറൂം അവിടെ നിലത്താ, ഓപ്പൺ പോസ്റ്റിക്ക് ആ ചങ്ങായിക്ക് അടിക്കണ്ട്. പക്ഷേ വിനി ജൂനിയർ കുറച്ച് മുമ്പിലായിരുന്നു, അതാണ് ഓഫ് ബാലൻസ് ആയി പോയി, അതുകൊണ്ടാണ് അത് പുറത്തോട്ട് പോയത്. സോ അവിടെ ആ ഒരു ചാൻസ് മിസ്സായി. പിന്നെ അത് കഴിഞ്ഞ് കരേരാസിൻ്റെ തന്നെ ഒരു ക്രോസിൽ എൻട്രിക്കിൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു. എൻട്രിക്ക് അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കണം എന്നുള്ളതിനൊരു ഉദാഹരണം ആണ് എൻട്രിക്ക് അവിടെ കൊടുത്തത്. കാരണം എൻട്രിക്ക് നല്ലൊരു ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്ന പ്ലെയർ, ഒരു സൂപ്പർ സബ്ബൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. വൈ സാബി അലോൻസോ ഈസ് നോട്ട് യൂസിങ് ഓഫ് ദം. ഗോൺസാലോ ഗാർസിയ, എൻട്രിക്ക് ഇവന്മാരൊക്കെ ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവരൊന്നും യൂസ് ചെയ്യുന്നില്ല? ഫുൾ ടൈം എംബാപ്പയ്ക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്. എംബാപ്പയ്ക്ക് ഇഞ്ചുറി വരുന്നതും അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത് അതുകൊണ്ടാണ്. എംബാപ്പ ഒന്നും അങ്ങനെ ഇങ്ങനെ ഇഞ്ചുറി വരുന്നൊരു പ്ലെയറേ അല്ല. ഇനി ഇഞ്ചുറി വന്നാൽ തന്നെ 2 ദിവസം കൊണ്ട് മാറി അദ്ദേഹം വീണ്ടും കളിക്കാർക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്ലെയറാണ് എംബാപ്പയൊക്കെ. അദ്ദേഹത്തേക്ക് ഇങ്ങനെ കാശ് കുറേ ഹാച്ചങ്ങായിക്ക് കൊടുക്കേണ്ടി വിചാരിച്ച് ഇങ്ങനെ ഊറ്റിപ്പിഴിയണോ? അതിനനുസരിച്ച് യൂസ് ചെയ്തൂടെ? ഇവന്മാരൊക്കെ എൻട്രിക്കിനെയും ഗോൺസാലോ ഗാർസിനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറായിട്ട്. അത് ഉപകാരമായിരിക്കും. എനിക്കറിയില്ല, എൻട്രിക്കൊക്കെ നല്ല ഇൻറ്റൻസിറ്റിയിൽ എന്നത് മാച്ചിൽ കളിച്ചത്. എന്തായാലും എൻട്രിക്ക് ആ ഒരു ഹെഡ് ചെയ്യുന്നു, ഡൊണറൂമ ബീറ്റായി, ബാറിമ തട്ടിപ്പോയി, വുഡ് വർക്കിൽ തട്ടിപ്പോയി, അത് ഗോളായില്ല. അത് നല്ലൊരു ചാൻസ് ആയിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ചാൻസ് കിട്ടിയിരുന്നു, എനിക്ക് ഓർമ്മയില്ല എന്തായാലും. അത് കഴിഞ്ഞിട്ട് പിന്നെ റയൽ മാഡ്രിഡിന് കുറേ അറ്റാക്ക്, പൊസിഷനൊക്കെ റയൽ മാഡ്രിഡിൻ്റെ കയ്യിൽ 52%, 48% മാത്രമേ സിറ്റിയുടെ കയ്യിലുള്ളൂ. അല്ല, ഒരു 70ാമത്തെ മിനിറ്റ് വരെയൊക്കെ സിറ്റിയുടെ കയ്യിലായിട്ടോ പോസിഷൻ 60%. പിന്നെ ഫുൾ 70 മിനിറ്റിന് ശേഷം ഫുൾ റയൽ മാഡ്രിഡിൻ്റെ കയ്യിലായിരുന്നു കളി ഉണ്ടായിരുന്നത്. സിറ്റി അവിടെ മറ്റേ ഷെർക്കിനെ മാറ്റി ഒരു 70ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും ഷെർക്കി, ഏർലിംഗ് ഹാലണ്ട്, പിന്നെ അതുപോലെ ഡോക്ക് വരെ 3 വരെയും വലിച്ചിട്ടുണ്ട്. ഗാർഡിയോള ഫുൾ കോൺഫിഡൻറ്റാണ്. എനിക്കറിയില്ല എന്താണ് ആ കോൺഫിഡൻസ് എന്നുള്ളത്. മറ്റേ കഴിഞ്ഞ സീസണിൽ PSG ഒക്കെ കാണിച്ചില്ലായിരുന്നു, ഒരു ടൈം ആകുമ്പോൾ ഇവരൊക്കെ മറ്റേ ദശരഥ്, കൊറസ്കോലി, ദമ്പൽ ഇവരൊക്കെ വലിച്ചിട്ട് വേറെ പ്ലേയേഴ്സിൽ കൊണ്ട്, പക്ഷേ കൊണ്ടുവന്ന പ്ലേയേഴ്സ് മോശമൊന്നുമല്ല. മർമോഷ്, പിന്നെ അതുപോലെ തന്നെ സാവിഞ്ഞോ, അങ്ങനെ ഇവരൊക്കെയാണ് സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. പെപ് ഗാർഡിയോള, അത് വേറെ കാര്യം. മർമോഷിൻ്റെ ഒക്കെ പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, മേ ബി, അറിയില്ല. എന്തായാലും പുള്ളി റയൽ മാഡ്രിഡ് അത് കഴിഞ്ഞ് കുറച്ച് ട്രൈ ചെയ്തു, എന്തായാലും അത് മോശമായി. റയൽ മാഡ്രിഡ് എനിക്ക് തോന്നുന്നു 8ാം സ്ഥാനത്തോട്ട് പിന്തള്ളി. 2 മാച്ച് ഇപ്പോൾ പരാജയപ്പെട്ടു, സമനിലയായി കൂടിയല്ല. പക്ഷെ എന്നാലും റയൽ മാഡ്രിഡാണ്, ക്വാളിഫൈ ചെയ്യുമായിരിക്കും. സിറ്റി എന്തായാലും അത്യാവശ്യം നല്ല പൊക്കോണ്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. അവർ തുടക്കമൊന്നും പാളി. ഇപ്പോൾ ഈ അടുത്ത് ന്യൂകാസിൽ യുണൈറ്റഡിനോട് 2-1 തോറ്റിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് മാത്രം. പ്രീമിയർ ലീഗിലായാലും അവർ അടിച്ചു കയറി വരുന്നുണ്ട്, ബാക്ക് ടു ദയർ ടോപ്പ് എന്നുള്ള അവരുടെ പൊസിഷനിലോട്ട് തന്നെ പിടിച്ചു കയറി വരുന്നുണ്ട് സിറ്റി. ഇവിടെ ചാമ്പ്യൻസ് ലീഗിലും പിടിച്ചു കയറി വരുന്നുണ്ട്. എന്തായാലും മാച്ച് തോറ്റു, അക്സെപ്റ്റിംഗ് ദ ഡിഫീറ്റ്. ബട്ട് റയൽ മാഡ്രിഡ് പുൾ ഓഫ് എ ഗ്രേറ്റ് പെർഫോമൻസ്. അവർ നല്ലൊരു പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്തത് ആസ് എ ടീം. ഓക്കെ, ഈ ഒരു ടീമിലൂടെ എംബാപ്പേനെ കൊണ്ടുവന്ന് കിടലിനാക്കിയാൽ അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് സ്ട്രിക്ട്ലി. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. താങ്ക് യു സോ മച്ച്.